ഒരു പഞ്ചായത്തിലേക്കുള്ള സാധനങ്ങളുമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ സ്ഥിരമായിട്ട് ട്രെയിനിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ആട്, പട്ടി, കോഴി, പൂച്ച വേണ്ട എല്ലാവിധ സാധനങ്ങളുമായിട്ട് ആയിരിക്കും അവർ ട്രെയിനിൽ കയറുക. അതായത് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നതിൻ്റെ എല്ലാവിധ മാന്യതകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ അവർക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളുമായിട്ടായിരിക്കും അവർ ട്രെയിനിൽ യാത്ര ചെയ്യുക. മറ്റുള്ള യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകളൊന്നും അവർക്കൊരു പ്രശ്നമേ ഇല്ല. ഏതായാലും ഇനി അത് നടക്കാൻ സാധ്യതയില്ല. കാരണം റെയിൽവേ മാറാൻ പോവുകയാണ്. എയർപോർട്ടിന് സമാനമായ രീതിയിൽ പല മാറ്റങ്ങളും റെയിൽവേയിലും സംഭവിക്കാൻ പോവുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം പ്രധാന മാറ്റം എന്ന് പറയുന്നത് ലഗേജിൻ്റെ വെയ്റ്റുമായി ബന്ധപ്പെട്ടാണ്. തോന്നിയ രീതിയിൽ ഇനി ലഗേജ് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതായത് നിങ്ങളുടെ ബാഗ് തൂക്കി നോക്കിയിട്ട് അനുവദനീയമായ വെയിറ്റ് മാത്രമേ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റൂ. അതിലധികം വെയിറ്റ് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിഴ ചുമത്തുന്നതാണ്. അത് ഓരോ യാത്രാ ക്ലാസ്സിനനുസരിച്ച് ഈ വെയിറ്റിൻ്റെ പരിധിയിലും വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ക്ലാസ് AC ആണെന്നുണ്ടെങ്കിൽ 70 kg ആയിരിക്കും പരിധി. 2 ടയർ AC ആണെന്നുണ്ടെങ്കിൽ 50 kg, 3 ടയർ ACയും അതേപോലെ തന്നെ സ്ലീപ്പർ ക്ലാസ്സിനും 40 kg, ജനറൽ കമ്പാർട്ട്മെൻറ്റിന് 35 kg പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ലഗേജ് ആ പരിധിക്കപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഓരോ കിലോക്കും ഇത്ര വെച്ച് പിഴ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ പരിധിക്കകത്താണെന്നുണ്ടെങ്കിലും ലഗേജിൻ്റെ വലിപ്പം മറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത്രത്തോളം സൈസുള്ള സാധനങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനും പിഴ ചുമത്തും എന്ന് പറയപ്പെടുന്നു. അതേപോലെ തന്നെ ടെർമിനലിൻ്റെ അകത്ത്, അതായത് റെയിൽവേ സ്റ്റേഷനകത്ത് 1 ബ്രാൻഡ് ഷോപ്പുകളും തുടങ്ങാനുള്ള പദ്ധതിയുണ്ട്. അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ടെക്സ്റ്റൈൽസ്, ഷൂസ്, ഗ്ലാസസ് ഇതെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കും. ഏതായാലും ഈ മാറ്റങ്ങളൊക്കെ റെയിൽവേയുടെ വികസനത്തിനും ആളുകളുടെ സൗകര്യത്തിനും ഉതകട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുകയാണ്.